നമുക്ക് നിലമ്പൂരിനെ പറ്റി അറിയാം. നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചരിത്രം എന്തെന്നുള്ളത് ആദ്യം പരിശോധിച്ചു തുടങ്ങാം. മഞ്ചേരി വിഭജിച്ചുകൊണ്ടാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം ഉണ്ടാകുന്നത്. എന്താണ് നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചരിത്രം? ആരാണ് ആദ്യം നിലമ്പൂരിൽ MLA ആയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. കെ കുഞ്ഞാലി, സഖാവ് കുഞ്ഞാലിയെ അങ്ങനെയൊന്നും കേരള രാഷ്ട്രീയം മറക്കില്ല. എല്ലാ കാലത്തും എങ്ങനെയാണ് സഖാവ് കുഞ്ഞാലിയുടെ വധമുണ്ടായത്, കൊലപാതകം സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അതിനെ ചുറ്റിയുള്ള ചോദ്യങ്ങൾ, തർക്കങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആദ്യമായിട്ട് നിലമ്പൂരിൽ MLA ആകുന്നത് സഖാവ് കുഞ്ഞാലിയാണ്. 65-ലും 67-ലും നിലമ്പൂർ MLA ആയി സഖാവ് കുഞ്ഞാലി തെരഞ്ഞെടുക്കപ്പെടുന്നു. പക്ഷേ 1969-ലാണ് കുഞ്ഞാലിയുടെ കൊലപാതകം ഉണ്ടാകുന്നത്. 69-ൽ കൊലപാതകം ഉണ്ടായതിനെ തുടർന്നാണ് പിന്നീട് അന്ന് മുതൽ ആര്യാടൻ മുഹമ്മദ് മരിക്കുന്ന നാൾ വരെയും ഈ കേസിലെ ഒന്നാം പ്രതി ആയിരുന്നു. പിന്നീട് ആര്യാടൻ മുഹമ്മദിനെ വെറുതെ വിട്ടെങ്കിൽ പോലും എല്ലാ കാലത്തും അതിന്റെ പഴി ആര്യാടൻ മുഹമ്മദ് കേൾക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എന്തായാലും അവിടെ നിന്നാണ് നിലമ്പൂർ രാഷ്ട്രീയത്തിന്റെ ചൂടും ചൂരും തുടങ്ങുന്നതെന്ന് തന്നെ പറയണം. ഒരുപക്ഷെ കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു MLA ഇത്തരത്തിൽ കൊല്ലപ്പെടുന്നത് അത് സഖാവ് കുഞ്ഞാലിയാണ്. പിന്നീട് സഖാവ് കുഞ്ഞാലിയെ കൊലപ്പെടുത്തിയതെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ കരുതുന്ന വണ്ടിക്കാരനോ, അതായത് ട്രാക്ടർ ഡ്രൈവറായിരുന്ന ഗോപാലനാണ്. ആ ഗോപാലനെ പിന്നീട് കുത്തിക്കൊല്ലുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ തന്നെ, പാർട്ടിക്കാർ തന്നെ കൊലപ്പെടുത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് അതിനുശേഷം അവിടെ അടുത്ത തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു. ആ തെരഞ്ഞെടുപ്പിൽ MP ഗംഗാധരൻ, സഖാവ് കുഞ്ഞാലിയുടെ മരണത്തോടു കൂടിയാണ് ആദ്യ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത്. MP ഗംഗാധരൻ കോൺഗ്രസ് സ്വതന്ത്രൻ അവിടെ നിന്ന് വിജയിച്ച് കയറുകയാണ്. 70-77 കാലഘട്ടത്തിൽ MP ഗംഗാധരൻ വിജയിക്കുകയായിരുന്നു. പിന്നീട് 80-ൽ C ഹരിദാസ് ആണ് നിലമ്പൂരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നത്. C ഹരിദാസിന്റെ പ്രത്യേകത, ഏറ്റവും കുറഞ്ഞ കാലം കേരളത്തിൽ MLA ആയിരുന്ന വ്യക്തി എന്നുള്ളതാണ് ഹരിദാസിന്റെ പ്രത്യേകത. വെറും 10 ദിവസം മാത്രമായിരുന്നു അദ്ദേഹം MLA ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നീട് ആര്യാടൻ മുഹമ്മദിന് വേണ്ടി ആ സ്ഥാനം രാജിവെക്കുകയാണ്. ഒപ്പം തന്നെ ഹരിദാസ് പിന്നീട് രാജ്യസഭയിലേക്ക് എത്തുന്നു. കേരളത്തിൽ കുറഞ്ഞ കാലം MLA എന്നുള്ള റെക്കോർഡ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. 80-ൽ തന്നെ രാജ്യസഭയിലേക്ക് ആര്യാടന് വേണ്ടിയിട്ടാണ് സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുന്നത്. രാജ്യസഭയിലേക്ക് എത്തുകയാണ്. പകരം 82-ൽ വീണ്ടും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ TK ഹംസ, LDF സ്ഥാനാർത്ഥിയായിരുന്ന TK ഹംസ നിലമ്പൂരിൽ വിജയിച്ചു കയറുകയാണ്. 82-ൽ ഹംസ വിജയിക്കുകയായിരുന്നു. പിന്നീട് കോൺഗ്രസിൽ നിന്നും ആര്യാടൻ മുഹമ്മദ്, 77-ലാണ് ആര്യാടൻ മുഹമ്മദ് ആദ്യമായിട്ട് വിജയിക്കുന്നത്. പിന്നീട് ആര്യാടൻ മുഹമ്മദ്, അതായത് 87 മുതൽ 2011 വരെ തുടർച്ചയായിട്ട് ആര്യാടൻ മുഹമ്മദിന്റെ കാലമാണ്. 65-ലാണ് ആദ്യം മത്സരിക്കുന്നത്. അന്ന് സഖാവ് കുഞ്ഞാലിയോട് ആര്യാടൻ മുഹമ്മദ് 1965-ൽ പരാജയം ഏറ്റുവാങ്ങുകയാണ്. അവിടെയാണ് ആര്യാടൻ മുഹമ്മദും നിലമ്പൂരും തമ്മിലുള്ള മത്സരത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തുടങ്ങുന്നത്. 77-ൽ ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നു ആര്യാടൻ മുഹമ്മദ്. 80-ൽ നായനാർ സർക്കാരിൽ മന്ത്രിയാകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതായത് ഇവിടെ തന്നെയാണ് സഖാവ് കുഞ്ഞാലിയുടെ മരണവുമായി ചേർത്ത് വായിക്കേണ്ടത്. ഇതേ പാർട്ടിയിൽ നിന്നും MLA ആകുന്നു, അതേ പാർട്ടിയിൽ നിന്ന് മന്ത്രിയാകുന്നു എന്നുള്ളതാണ്. മന്ത്രിയാകുമ്പോൾ അദ്ദേഹം MLA അല്ല എന്നുള്ള കാര്യം കൂടി ഓർക്കണം. അതേസമയത്ത് വളരെ വൈകാരികമായിട്ടുള്ള സഖാവ് കുഞ്ഞാലിയുടെ ഭാര്യ സൈനയുടെ പ്രതികരണമൊക്കെ ഈ വിഷയത്തിന്മേൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പിന്നീട് 1980-ൽ മുല്ലപ്പള്ളിയെ തോൽപ്പിക്കുകയാണ് ആര്യാടൻ മുഹമ്മദ്. 87 മുതൽ 2011 വരെ നിലമ്പൂർ മണ്ഡലം ആര്യാടൻ മുഹമ്മദിന്റെ പക്കലാണ്. പിന്നീട് ഒരു മാറ്റം അവിടെ ഉണ്ടാകുന്നില്ല. പിന്നീട് ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടിയിട്ട് മാറിക്കൊടുക്കുകയാണ് 2016-ൽ. പക്ഷെ 2016-ലാണ് ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനൊക്കെ കാരണഭൂതരായി മാറിയിട്ടുള്ള PV അൻവറിന്റെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള വരവ്, രാഷ്ട്രീയ പ്രവേശനം സംഭവിക്കുന്നത്. 2016-ലും ഒപ്പം തന്നെ 2021-ലും PV അൻവർ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു കയറുന്നു. ഇതാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത്, രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത്.